ഉഭയകക്ഷി ചർച്ചയിൽ ഉയർന്ന ധാരണകൾ ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന മുസ്ലിം ലീഗിന്റെ നേതൃയോഗം അവസാനിച്ചു. സാദിഖ് അലി തങ്ങൾ, പി.കെ. കുഞ്ഞാലിക്കുട്ടി, ഇ.ടി. മുഹമ്മദ് ബഷീർ അടക്കമുള്ള മുതിർന്ന നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഓരോ ചുവടിലും നിന്നോടൊപ്പം ഞാനുണ്ടെന്ന ധൈര്യത്തോടെ. Poppies full of love. തീരുമാനങ്ങൾ നാളെയെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ഉഭയകക്ഷി ചർച്ചയുടെ വിശദാംശങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളെ ധരിപ്പിക്കാനാണ് യോഗം ചേർന്നതെന്നും നാളെ നേതൃയോഗം ചേർന്ന് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്ത് അന്തിമ തീരുമാനം സാദിഖ് അലി തങ്ങൾ എടുക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റ് നിർദ്ദേശത്തിൽ അന്തിമ തീരുമാനം ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും നാളെ വിശദമായ യോഗം ചേരുമെന്നും ഇ.ടി. മുഹമ്മദ് ബഷീറും പ്രതികരിച്ചു. തങ്ങളുടെ അംഗീകാരത്തിന് ശേഷമായിരിക്കും അത്തരം ചർച്ചകളിലേക്ക് കടക്കുക. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലോ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് നേരത്തെ യൂത്ത് ലീഗ് നേതൃത്വം മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. യൂത്ത് ലീഗിന് സീറ്റ് ആവശ്യപ്പെട്ടുവെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവർ അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി. നേതൃത്വത്തെ ആവശ്യം അറിയിച്ചു. ആവശ്യം പരിഗണിക്കപ്പെടുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. രാജ്യസഭയോ ലോക്സഭയോ എന്നതല്ല, പ്രാതിനിധ്യമാണ് ആവശ്യപ്പെട്ടതെന്നും മുനവർ അലി തങ്ങൾ കൂട്ടിച്ചേർത്തു. ആവശ്യത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടതെന്നും മുനവർ അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി. മുസ്ലിം ലീഗ് നേതൃയോഗത്തിന് മുന്നോടിയായിട്ടായിരുന്നു യൂത്ത് ലീഗ് നേതാക്കൾ മുസ്ലിം ലീഗ് നേതാക്കളെ കണ്ടത്. യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവർ അലി ശിഹാബ് തങ്ങൾ, വൈസ് പ്രസിഡന്റ് ഫൈസൽ ബാഗവി തങ്ങൾ എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. മുസ്ലിം ലീഗ് നേതൃയോഗത്തിന് മുൻപ് തന്നെ സീറ്റ് ആവശ്യവുമായി യൂത്ത് ലീഗ് നേരത്തെ രംഗത്തെത്തിയിരുന്നു. 2 ലോക്സഭാ സീറ്റിൽ ഏതെങ്കിലുമോ പുതിയതായി ലഭിക്കാൻ ധാരണയായിരിക്കുന്ന രാജ്യസഭാ സീറ്റോ നൽകണമെന്നാണ് യൂത്ത് ലീഗിന്റെ ആവശ്യം. സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസിനെ പരിഗണിക്കണമെന്നാണ് യൂത്ത് ലീഗ് മുന്നോട്ട് വെച്ചത്. സിറ്റിംഗ് എംപിമാർ മാറുകയാണെങ്കിൽ കെ.എം. ഷാജിയെ പരിഗണിക്കണമെന്ന ആവശ്യവും പാർട്ടിയിൽ ഉയരുന്നുണ്ട്. നിലവിലെ സിറ്റിംഗ് സ്ഥാനാർത്ഥികൾ മണ്ഡലം മാറി മത്സരിക്കുന്ന വിഷയത്തിലും രാജ്യസഭാ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും ചർച്ച ചെയ്യാനാണ് ലീഗ് നേതൃയോഗം നിശ്ചയിച്ചിരിക്കുന്നത്. ഈ വിഷയങ്ങൾ നേതൃയോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യും. മലപ്പുറത്ത് മത്സരിക്കണമെന്ന ഇ.ടി. മുഹമ്മദ് ബഷീറിന്റെ ആവശ്യവും ശക്തമാണ്. എന്നാൽ ഇ.ടി. മുഹമ്മദ് ബഷീറിനെ രാജ്യസഭയിലേക്ക് അയക്കാനും പകരം യൂത്ത് ലീഗ് നേതാവ് ഫൈസൽ ബാബുവിനെ പൊന്നാനിയിൽ മത്സരിപ്പിക്കാനുമുള്ള ചർച്ചകളും മുസ്ലിം ലീഗിൽ സജീവമാണ്. ഇതിനിടെയാണ് പൊന്നാനിയിൽ നിന്നും മലപ്പുറത്തേക്ക് മാറാനുള്ള നീക്കം ഇ.ടി. മുഹമ്മദ് ബഷീർ ശക്തമാക്കിയിരിക്കുന്നത്. സ്വന്തം നാട്ടിൽ നിന്ന് മത്സരിക്കണമെന്ന താൽപര്യം പാർട്ടിയെ അറിയിക്കുകയും ലീഗ് യോഗത്തിൽ ആവശ്യം വീണ്ടും ഉന്നയിക്കുകയും ചെയ്യും. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 35 വർഷവും മത്സരിച്ചത് മറ്റു മണ്ഡലങ്ങളിൽ നിന്നാണെന്നാണ് ഇ.ടി. ചൂണ്ടിക്കാണിക്കുന്നത്. പൊന്നാനിയിൽ സമുദായ വോട്ടുകൾ ഭിന്നിക്കുമോ എന്ന ആശങ്കയാണ് മണ്ഡലം മാറി മത്സരിക്കാൻ ഇ.ടിയെ പ്രേരിപ്പിക്കുന്നത്. ഇ.ടി. മുഹമ്മദ് ബഷീർ മത്സരിക്കണമെന്ന് തീരുമാനിച്ചാൽ അതിന് വഴങ്ങിക്കൊടുക്കേണ്ടി വരും. മലപ്പുറം വേണമെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ നിർബന്ധം പിടിച്ചാൽ അതും അവഗണിക്കാൻ ലീഗ് നേതൃത്വത്തിന് സാധിക്കില്ല. 3ാം സീറ്റ് ആവശ്യത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് എന്താണെന്ന് നാളെ കാത്തിരുന്നു കാണാം. ജലലഭ്യത നിങ്ങൾക്കൊരു പ്രശ്നമാണോ? ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് ഇനി നിങ്ങൾക്കൊപ്പമുണ്ട്. മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം.